പഠിച്ച ബ്രാഞ്ച് ഏതുമായിക്കോട്ടെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന വലിയൊരു സുവർണാവസരമാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ. നിലവിലെ ലിസ്റ്റ് തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ അധികം വൈകില്ല. എക്സാമുകൾ നടത്തുന്ന പുതിയ PSCയുടെ രീതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നാലുടൻ തന്നെ മാക്സിമം 5 to 6 months തന്നെ PSC എക്സാം നടത്താറുണ്ട്. ലാസ്റ്റ് ടൈം ഇതിൻ്റെ എക്സാം നടത്തിയിരുന്നത് 2019 ഡിസംബറിലായിരുന്നു. അന്നേരം വ്യക്തമായ ഒരു സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സിലബസിൽ ബേസിക് സബ്ജക്ട്സ് ആയിരുന്നു മെൻഷൻ ചെയ്തിരുന്നെങ്കിലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ നല്ല ഡെപ്തിലായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ സബ്ജക്റ്റ് ബേസ് ലെവലിൽ ഒതുക്കാതെ കുറച്ചുകൂടെ ഡെപ്തിൽ പോർഷൻസ് കവർ ചെയ്താൽ ഉറപ്പായും അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സാലറി സ്കെയിൽ കൊണ്ടും കരിയർ ഗ്രോത്ത് കൊണ്ടും വളരെ അട്രാക്റ്റീവായിട്ടൊരു പോസ്റ്റാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ. കാരണം ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് പോസ്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങി ഡയറക്ടർ പോസ്റ്റ് വരെ പ്രമോഷനുള്ള ഒരു തസ്തികയാണിത്. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഏണസ്റ്റ് അക്കാഡമി ഇതിനോടകം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന അരുന്ധനൻ സാറുമായി നമ്മളൊരു ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോബ് പ്രൊഫൈലിനെ പറ്റിയും ഇതിൻ്റെ പ്രമോഷനെ പറ്റിയും FAQs അന്ന് അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിപ്പറേഷന് എങ്ങനെ തുടങ്ങണം, ഒരു ലാസ്റ്റ് ഇയർ സിലബസും വേഴ്സസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വീഡിയോ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ നോട്ടിഫിക്കേഷൻ അധികം വൈകില്ല. എക്സാം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മളൊരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട്. അതിൽ എല്ലാ ബ്രാഞ്ചിലെയും നമ്മളുടെ സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ സിലബസിലെ പോർഷൻസ് സബ്ജക്റ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കണം, ഡെപ്ത് എത്രത്തോളം നമ്മൾ ഓരോ സിലബസിൽ പോകണം, ഏതൊക്കെ ഏരിയാസാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതാണ് ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, PSCയുടെ പുതിയ പാറ്റേണെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെയുള്ള MCQs ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് അതിൽ ലഭ്യമായിരിക്കും. ഫ്രീ വെബിനാറാണ്. ഇപ്പോൾ വെബിനാറിനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഉടൻ തന്നെ ഫില്ല് ചെയ്യുക. അപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, ഏണസ്റ്റ് അക്കാഡമി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈവ് ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ക്വയറീസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും മെൻ്റർ സപ്പോർട്ടും ഉണ്ട്. പുതിയ PSCയുടെ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അടങ്ങുന്ന ഒരു കോഴ്സാണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ബെനിഫിറ്റ് ആവും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.